സുപ്രീം കോടതിയെ വെല്ലുവിളിച്ച് ഗവർണർ. സർക്കാർ പാനൽ തള്ളി നിലവിലെ വിസിമാരെ വീണ്ടും നിയമിച്ചു. ഗവർണർക്ക് കത്തയച്ച മുഖ്യമന്ത്രി. വീണ്ടും സംസ്ഥാന സർക്കാരുമായി യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗവർണർ. അതും സുപ്രീം കോടതി വിധിയെപ്പോലും മറികടന്നുകൊണ്ടാണ് ഗവർണറുടെ പുതിയ നീക്കം. വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ സുപ്രീം കോടതി നിർദ്ദേശം മറികടന്ന് സർക്കാർ നൽകിയ പാനൽ തള്ളിക്കൊണ്ട് ഗവർണർ രാജേന്ദ്ര അർലേക്കർ നിലവിലുള്ള വിസിമാരെ വീണ്ടും നിയമിച്ചിരിക്കുകയാണ്. ഡിജിറ്റൽ KTU വിസിമാരായി സിസ തോമസ്, K ശിവപ്രസാദ് എന്നിവരെയാണ് വീണ്ടും നിയമിച്ചത്. KTU ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക വിസി നിയമനത്തിൽ ഗവർണർക്ക് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്നും തിരിച്ചടി നേരിട്ടതിന് പിന്നാലെയാണ് ഇവരെ തന്നെ വീണ്ടും ഗവർണർ നിയമിച്ചിരിക്കുന്നത്. സർക്കാർ നൽകിയ പാനൽ തള്ളിയാണ് രാജ്ഭവൻ വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത്. ഇതോടെ താൽക്കാലിക വിസി നിയമനത്തിൽ നിലപാട് കടുപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി. നിയമനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർക്ക് കത്തയച്ചു. നിയമനം നടത്തിയത് സർവകലാശാല ചട്ടം അനുസരിച്ചല്ലെന്ന് മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി. നിയമനം സുപ്രീം കോടതി വിധിയുടെ ലംഘനമാകാമെന്നും സുപ്രീം കോടതി വിധിയുടെ അന്തസ്സത്തയ്ക്ക് എതിരായ നടപടിയാണ് ഗവർണറുടേതെന്നും കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ചാൻസലർ സർക്കാരുമായി യോജിച്ച് തീരുമാനമെടുക്കണമെന്നായിരുന്നു സുപ്രീം കോടതി വിധി. ഗവർണർ നിയമിച്ച വിസിമാർ സർക്കാർ പാനലിൽ ഇല്ലാത്തവരാണെന്നും മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഗവർണറുടെ നടപടിയെ നിയമപരമായി നേരിടാനും സർക്കാർ നീക്കമുണ്ട്. ഇതിന്റെ ഭാഗമായി ഇരുവരെയും നിയമിച്ച് നടപടി തിരുത്താൻ ചാൻസലറായ ഗവർണറോട് അവകാശപ്പെടുന്നതാണ് ആദ്യ നീക്കം. സർവകലാശാല നിയമത്തിന്റെ 12ാം വകുപ്പ് പ്രകാരമാണ് നീക്കം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഗവർണർക്ക് കത്തയച്ചത്. ഉടൻ പുതിയ പാനൽ സമർപ്പിക്കാനും സർക്കാർ തീരുമാനമായിട്ടുണ്ട്. വിസി നിയമനം സർക്കാർ പാനലിൽ നിന്നും വേണമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നിട്ടും ഗവർണർ കോടതി വിധി ലംഘിച്ചുവെന്ന് സർക്കാർ സുപ്രീം കോടതിയെ അറിയിക്കും. സ്ഥിരം വിസി നിയമനത്തിൽ സംസ്ഥാന സർക്കാരും ചാൻസലറും സമവായത്തിലെത്തണമെന്നും സ്ഥിരം വിസിമാരെ നിയമിക്കുന്നവരെ നിലവിലെ വിസിമാർക്ക് തുടരാമെന്നും സർവകലാശാലകളിൽ രാഷ്ട്രീയം കലർത്തരുതെന്നും വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കരുതെന്നും നിരീക്ഷിച്ചായിരുന്നു സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം വിധി പ്രസ്താവിച്ചത്. ഗവർണറുടെ പുതിയ നീക്കം എന്തായാലും വലിയ നിയമപ്രശ്നത്തിലേക്കും രാഷ്ട്രീയ നീക്കങ്ങളിലേക്കും പോകുമെന്ന് വേണം കരുതാൻ.